എത്ര മീറ്ററായി? 8 മീറ്റർ. എന്താ ഇവിടെ? വസ്തു അളക്ക്. കണ്ടിട്ട് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. വസ്തു അളക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചത്. അയ്യോ, വസ്തു വയ്ക്കുമ്പോ അളക്കാതെ ആൾക്കാർ വാങ്ങൂ? ഇല്ല. ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ ആരും കൂട്ടുനിൽക്കില്ല എന്ന് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? അതിനെനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്നിരിക്കുന്ന വസ്തുവാ. അത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് വെക്കും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? നിന്റെ പേരിൽ വസ്തു എഴുതി തന്നോ? വേറെന്താ ആവശ്യത്തിന് പറഞ്ഞ അമ്മാനെ കൊണ്ട് എപ്പോഴും കള്ളരെ ഉണ്ടാക്കിയല്ലടാ. എങ്ങനെ? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വസ്തു വിൽപ്പന നടക്കില്ല. എന്നാ അത് തന്നെ ഒന്ന് കാണാമല്ലോ. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. വസ്തു അളക്കുന്നതൊക്കെ നിർത്തിവെച്ച് എല്ലാവർക്കും വന്ന വഴിയെ പോകാം. നമുക്ക് പോലീസിനെ വിളിക്കാം ചേട്ടാ. അയ്യോ, പോലീസും പട്ടാളവും ഒന്നും വന്നാൽ ഒരു രക്ഷയില്ല മാഡം. ഈ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ ഇടപാടുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട്. വായിച്ചു നോക്കാം. പ്രശ്നം ഇതുകൊണ്ടും തീരില്ല. കള്ള പ്രമാണം ഉണ്ടാക്കിയതിന് അളിയന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൂടി വരുന്നു. നിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞേക്ക് കൈവലങ്ങുമായിട്ട് സർക്കാരിന്റെ ആൾക്കാർ ഇങ്ങോട്ട് തിരിക്കാറായിട്ടുണ്ടെന്ന്. ആ ജുബ്ബായുടെ ഒരു കാര്യം കൂടി പറഞ്ഞേര്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് വലിയ ഗോതമ്പുണ്ട തിന്നാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ. എന്താ ചേട്ടാ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നേ? യവന്മാരെ കണ്ണത്ത് നോക്കി ഓരോന്ന് കൊടുക്കാതെ. നിന്റെ തലേണ മന്ത്രവും നിന്റെ തന്തയുടെ കൊനഷ്ടുമാണ് ശാന്തിയും സമാധാനവുമായിട്ട് കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് ഞങ്ങളോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. മാന്തി മാന്തി മാക്കാന്മാര് മേനോന്റെ മണ്ടയിലും കയറി മാന്താൻ തുടങ്ങിയോ? നമുക്ക് ആ വീട് വേണ്ട. കേസിൽ കിടക്കണ വീട് വാങ്ങിയ വെറുതെ കുഴപ്പമാവും. പ്ലീസ് മേനോൻ, നമ്മൾ തന്ന അഡ്വാൻസ് തിരിച്ചു തന്നെ. സേതു പേടിക്കാതെ, ഇതാ 3 പെരിച്ചാരികളുടെ പണിയാ. അവരെ ഞാൻ ഒതുക്കിക്കോളാം. എനിക്കൊരാഴ്ച അവധിതാ. ഒന്ന് പറഞ്ഞു കൊടുക്ക സുന്ദരമ്പായി. അല്ല, അത് സേതുവിന് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. സേട്ടു ധൈര്യമായിട്ട് പോ. അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ആധാരം നടത്താം. എന്താ സേജി കൊച്ചു കുട്ടികളെ പോലെ? ഡാഡി പറഞ്ഞ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോ അടുത്ത ആഴ്ച ഓക്കേ. ഈ മരങ്ങോടിനല്ലാതെ ആ വീട് ഇത്രയും വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല. അതുകൊണ്ട് നിന്റെ അളിയന്മാരെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ പറ്റൂ. ഉത്തമനെ വിട്. മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മൾ രക്ഷപ്പെടും. അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താ? കുപ്പി തലവഴി കമഴ്ത്തണം. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, കുപ്പി പൊട്ടിക്കേ. പേടിക്കണ്ട. വാ 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 ഇരിക്കേ. വേണ്ടായേ, ഞങ്ങളെ അരി പറ്റി റെസ്പെക്റ്റോടെ നിന്നോളാം. ഇരിക്കുന്നേ. ഇരിക്കാനല്ലേ? എന്തിനാ കാണാന്ന് പറഞ്ഞു പറയാം. അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ? ബ്രാൻഡിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ വർഷങ്ങളായി. ഇല്ല ചേട്ടാ സുധാകരൻ, വർഷങ്ങളായി. എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ. ഏതാണെന്ന് വെച്ചാ കുടിച്ചു നോക്ക്. ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട്. ഇവനെണ്ണം എത്ര വേണേലും കൊന്നോട്ടെ. ഒഴിയണ സാറുമാർക്ക് അളവൊന്നും നോക്കണ്ട കേട്ടോ. ചോര വേണ്ട, അലർജിയാ. എന്നാ വെള്ളം ഒഴിക്കേ. ഒന്നും വേണ്ട, ഇത് ഡ്രൈയാ ബെസ്റ്റ്. ഒരെണ്ണം കൂടി പോന്നോട്ടെ. 2 ഇങ്ങോട്ട് വേണ്ട, വെറുതെ ഒഴിച്ച് കഴിയുടെ മസിൽ കളയണ്ട. ഞങ്ങൾ ഒഴിച്ചോളേ. ചെറുതാ അറിയണേ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? അവനൊരു അഹങ്കാരിയാ. 4 അക്ഷരം നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ ഊക്ക്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ സഹിക്കുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓട്ടോ ഓടിക്കല് തന്നെയല്ല അവന്റെ ജോലി. അവന്റെ മറ്റും പവറും കണ്ടാ തോന്നും അവനെന്തോ ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. അവന്റെ വലിയേറ്റം മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്റെ സുധാകരേട്ടാ. അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളെ കൂടെ നിൽക്കാം.
അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല, ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനൻ പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. ഒരു സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ടാ. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. അത് കൊള്ളാം. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്തിയേ? കലക്കി ആശാന്. ഞങ്ങൾ ആശാന്റെ കൂടെ തട്ടുണ്ടാവും. നോക്കിയേ, പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാരാ സുധാകരേട്ടാ? ഉത്തമ. ഓ, മറന്നുപോയി. ഇതാണ് ഉത്തമൻ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? വിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്തമല്ലേ ഇത്? ഞങ്ങൾ ഒറ്റ കെട്ടാ. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. 18 തടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാളെ. എല്ലാത്തിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ ചെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ, ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊളുത്തും. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തും. എന്നാ മാന്തിക്കൊണ്ടിരുന്നോ? വക്കീലെ നമസ്കാരമുണ്ട്. എന്താ അത്യാവശ്യമായി വരാൻ പറഞ്ഞത്? പഠിച്ച പണി 18 പറ്റിയിട്ടും അവരെ 3 ഒതുക്കാൻ പറ്റിയില്ല അല്ലേ? 18 വരെ പോയിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്നാ അവന്മാരെ 19 കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. തെളിച്ചു പറ വക്കീലെ, പ്രഷർ കൂടും. ഇപ്പൊ കേസ് ഇത് സിവിലാണ്. പക്ഷെ അവരൊന്ന് പിടിമുറുക്കിയാല് സംഭവം ക്രിമിനൽ ആവും. ഓ, എന്റെ പറച്ചിലിക്കടവും മുത്തപ്പ, വിഗ്രഹം മാറ്റാൻ ഒരു വഴി പറഞ്ഞു തരണേ. പേടിക്കാതിരും എന്നെ. ഇത് അവരുടെ വക്കീല് മാത്യു വർഗീസിന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് വെച്ച് ഞാൻ പറയുന്നതാണ്. ന്യൂസ് ശരിയാവണമെന്നില്ലല്ലോ, എന്നാലും നമ്മളൊരു തടയിടുന്നത് നല്ലതാണ്. പറഞ്ഞോളൂ. യുദ്ധം കഴിഞ്ഞിട്ട് കിടങ്ങ് കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് സ്വന്തം മകൻ, അതായത് അജയൻ, അച്ഛനെ പറ്റിച്ചാണ് ഈ രേഖ ഉണ്ടാക്കിയെന്ന് വന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ കേസ് വരത്തുള്ളൂ. ഓഹോ, അങ്ങനെ ഒരു ബുദ്ധി അയാളുടെ വക്കീല് വഴി പിള്ളയുടെ തലേ കയറിയ അയാൾക്ക് നിയമത്തിന്റെ മുമ്പിൽ സഹതാപം കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ് ആയിരിക്കും ഇളയ മോളുടെ കല്യാണം. നമ്മുടെ നിയമം എപ്പോഴും പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണം ഉടനെ ഒന്നും നടക്കാൻ പാടില്ല. എത്ര കണ്ട് നീട്ടി വെക്കാൻ പറ്റുമോ അത്ര കണ്ട് നീട്ടി വെപ്പിക്കുക. പിടി കിട്ടിയോ? കിട്ടി വക്കീലെ, പിടി കിട്ടി. എന്നാ ചെന്ന് അതിനുള്ള വഴി ആലോചിക്കും. ഓക്കെ. അജയ, ഏപ്രിൽ 14 പറയുമ്പോ ഇനി ഒട്ടും സമയമില്ല. എനിക്കതാ ഒരു അസ്വസ്ഥത. എന്തൊക്കെ പറഞ്ഞാലും അജയന്റെ സഹോദരിയല്ലേ. കല്യാണം ഒന്ന് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഭംഗിയായി നടത്തിക്കൊടുക്കായിരുന്നു. നീട്ടിവെക്കാന്ന് പറഞ്ഞാ അതെങ്ങനെയാ? നമുക്ക് ചെക്കന്റെ വീട്ടുകാരോട് നേരിട്ട് സംസാരിച്ചാലോ? അത് വേണോ? ദിവസം അല്പം ഒന്ന് അങ്ങോട്ട് തള്ളുക, അത്ര നമ്മൾ പറയുന്നുള്ളൂ. അവരത് സമ്മതിച്ചാൽ നമുക്കത് വലിയ കാര്യമായി. ശ്രമിച്ചു നോക്കാം. മോനെ, ദാ വലതുവശത്ത് കാണുന്ന വീടാ. ചന്ദ്രപ്പ, വണ്ടി ഒതുക്ക്. നിക്ക്, ഞാൻ ആദ്യം പോയി സംസാരിക്കാം, എന്നിട്ട് മോൻ വന്നാ മതി. നെല്ലിശ്ശേരി വിശ്വനാഥമേനന്റെ വീടല്ലേ?
അതെ. എന്റെ പേര് KGP മേനോൻ. ഓ. നമസ്കാരം. നമസ്കാരം. വരൂ, അകത്തേക്ക് വരൂ. അയ്യോ വേണ്ട, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. എന്താ വിശേഷിച്ച്? ആ അർജുനൻ പിള്ളയുടെ മകളെ ഇവിടുത്തെ പയ്യന് വേണ്ടി ആലോചിച്ചു എന്നറിഞ്ഞു. അതെ, തീയതി വരെ നിശ്ചയിച്ചല്ലോ. എന്താ കുട്ടിക്ക് വല്ല? ഏയ് അതൊന്നല്ല, പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ ഇത്തിരി മോശ. പറഞ്ഞ തീയതിക്ക് കല്യാണം നടക്കേണ്ട കാര്യം സംശയമല്ല, നടക്കാൻ സാധ്യതയില്ല. അയാള് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തുക കിട്ടില്ലെന്ന് മാത്രമല്ല, നാളെ ചെക്കന് ബന്ധുവീടെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാ. നെല്ലിശ്ശേരിക്കാർക്ക് അങ്ങനൊരു ബന്ധുത്വത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ടോ? പയ്യനല്ലേ? അതെ, എന്റെ മോന്. അപ്പൊ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചേക്ക്, അല്ലെങ്കിൽ പിന്നെ നാണക്കേടാവില്ല. നിങ്ങൾക്ക് ഈ കല്യാണം മുടക്കാൻ എന്താ അത്ര താല്പര്യം? അയ്യേ, കല്യാണം മുടക്കേ? ഞാനോ? ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. സ്വന്തം ആങ്ങൾ ഇത് വന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയ. കാറിലിരിക്കുക ജയസുധയുടെ ആങ്ങൾ അജയൻ. അജയ, ഒന്നും ഇങ്ങോട്ട് വന്നേ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ. പോവാൻ മോനെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഏയ്, ഇത് മനഃപൂർവ്വം നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. വേറെ ആരുമല്ല, കല്യാണപ്പെണ്ണിന്റെ സഹോദരൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമല്ലേ. ഇവരെന്താ വിശ്വസിക്കാതിരിക്കണം? നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. ഈ കല്യാണം വേണ്ടാന്ന് വെക്കരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാമ്പത്തികം നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുള്ള സത്യമല്ലേ? വീടിന്റെ കാര്യത്തിലും കോടതിയിൽ നിന്ന് തീരുമാനം വരണം, ശരിയല്ലേ? പിന്നെ നിങ്ങൾ പറയാൻ പോകുന്നത് കാശിന്റെ കാര്യത്തിൽ കുറച്ച് സാവകാശം വേണം, വീടിന്റെ ഷെയറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇത്രയ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ മോന് തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ ഈ വിവാഹം നടക്കില്ല. വാ പോ. പോകാൻ വരട്ടെ. പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടിയാ പോരെ? അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സംശയിക്കണ്ട. പിന്നെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി സർവ്വ കളികളും കളിച്ചത് ആ ജുബ മേനോനാണ്. സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടി അങ്ങേര് അജയനെ കൂടി കരുവാക്കിയതാ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. കല്യാണത്തിന്റെ തലേ ദിവസം പറഞ്ഞ തുക മുഴുവനും ഞങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കും. അതെണ്ണി നോക്കി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വിവാഹ പന്തലിലോട്ട് വന്നാൽ മതി. അതുവരെ ഒരു സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ? കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു മാനുഷിക പരിഗണന അത്രമാത്രം. പിന്നെ വീടിന്റെ ഷെയറിനെ കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പാണെന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരുടെ ഷെയറും സുധയുടെ പേരിൽ എഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേറൊന്നും തോന്നരുത്. പെണ്ണിന്റെ സഹോദരൻ വന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. പിന്നെ കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട. ഒരുക്കങ്ങൾ ഒന്നുകൂടി ഉഷാറായിക്കോട്ടെ. ശരി. എന്നാ നിങ്ങൾ വരട്ടെ. അർജുനൻ പിള്ളക്ക് ഇനി 5 മക്കളില്ല, 4 ഉള്ളൂ. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ ശാരദയുടെ ആത്മാവ് ഉറങ്ങുന്ന ആ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ മോളുടെ കല്യാണം നടത്തണം. നടക്കും അമ്മാവ. ഈശ്വരൻ അനുഗ്രഹിച്ച് അമ്മാവന്റെ വീട്ടിൽ വെച്ച് തന്നെ സുധയുടെ വിവാഹം നടക്കും. അതെ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. കേസിന്റെ ഗതി വെച്ച് നോക്കുമ്പോ വീട് നമുക്ക് തിരിച്ചു കിട്ടാനാ സാധ്യത. പക്ഷെ അങ്ങനെ ഒരു വിധി വരുമ്പോ അത് നിങ്ങളുടെ അളിയനെ കൂടി ബാധിക്കും. അതെങ്ങനെ വക്കീലേ? ഫ്രോഡ്ലാൻഡ് മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഫാക്ട്സ് IPC 420. ചതിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ്യാജരേഖകൾ ചമയ്ക്കൽ. ശിക്ഷ കഠിനാവോ? അതിപ്പോ പറയാൻ പറ്റില്ല. പക്ഷേ ചിലപ്പോൾ 3 വർഷം വരെ അകത്ത് കിടക്കേണ്ടി വന്നേക്കാം. അത് കുഴപ്പമില്ല. അകത്ത് കിടന്ന് ചിന്തിച്ചൊരു നല്ല മനുഷ്യനാകാനുള്ള സമയം ഉണ്ടാവരെ. ആ ജുബയ്ക്ക് ശിക്ഷ ഒന്നും കിട്ടിയില്ലേ? വേണ്ടേ? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 420 വകുപ്പ് പ്രകാരം 2 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ ഏതെങ്കിലും ഒന്നിന് ഈ കോടതി വിധിക്കുന്നു. മേനെ, ഞാൻ പറഞ്ഞു വരട്ടെ വക്കീല്. സ്വന്തം അളിയനെ തന്നെ കോടതി വക്കീലൊന്നും ജയിച്ചൊന്നും വരുന്നുണ്ട്. ഇതിനെല്ലാം എണ്ണി ഞാൻ പകരം ചോദിക്കും. ഓർത്തോ? വേണ്ട, നിന്റെ കൈയൊക്കെ ഞങ്ങളോട് വേണ്ട. ഇനിയെങ്കിലും നിന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കടാ. ഞങ്ങൾക്ക് നിന്നോട് ഒരു വിരോധമില്ല. ഇനിയെങ്കിലും നീ എല്ലാം പറഞ്ഞ് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ നോക്കും. അങ്ങനെ ഇപ്പൊ മറക്കണ്ട.
നിങ്ങൾ എന്നോട് ചെയ്ത് എന്നും എന്റെ മനസ്സിലുണ്ടാവും. കളഞ്ഞിട്ട് വാ ചെയ്യാ. ഈ തെരുവ് പട്ടികളുടെ കൂടെ കിടന്ന് കടിപിടി കൂടാതെ നിനക്ക് നാണാവില്ലേ? അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്കണം എന്ന്. ഇല്ലെങ്കിലോ താൻ പട്ടി തന്റെ അപ്പം പട്ടി, തന്റെ അപ്പൂപ്പം പട്ടി, തന്റെ തറവാട് പട്ടി തറവാട് ചൊറിയാനെടുത്ത് ചൊറിയാൻ എന്താ ചേട്ടൻ എനിക്കറിയാം. വേണം, ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. പശ്ചാത്തപിക്കുന്ന ആരാണ് നമുക്ക് കാണാം. ഓ കാണാം, നിങ്ങളെ ഞാൻ കണ്ടോളാം. എന്തോന്ന് കാണാൻ? എന്താ? സത്യം ജയിച്ചു. കേസിലെ ജുബ്ബാമേനോൻ തോറ്റു തൊപ്പിയിട്ടു. വീടിന്റെ ഉടമസ്ഥ അവകാശം അമ്മാവൻ തന്നെയാണെന്ന് കോടതി വിധിച്ചു. അമ്മാവൻ ആഗ്രഹിച്ച പോലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സുധയുടെ വിവാഹം നടത്താം. എന്താ അമ്മാവ് ആലോചിക്കുന്നേ? ഒന്നുമില്ല, വിവാഹത്തിനുള്ള കാര്യങ്ങള് കുറച്ചു ദിവസമേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ സുധയുടെ വിവാഹം നടത്തും, അല്ലേ? പിന്നെ ആദ്യം മാലപിടി, ദൈവം ഇത് നിൽക്കൂ. അയ്യാ, പ്രശ്നം ഉണ്ടാക്കരുത്. നടക്കാൻ പോകുന്നത് നിന്റെ പെങ്ങളുടെ കല്യാണമാണ്. ഇപ്പൊ അവന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ കൂടി അവനെ കോടതി കയറ്റിയില്ലേ? അതോടെ തീർന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എല്ലാം നമുക്ക് മറക്കാം. അതങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. അതെയാ, എന്തും നമുക്ക് പറഞ്ഞു തീർക്കാം. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. ഒരിക്കൽ നമുക്കിതൊന്ന് പണിതല്ലേ? അജയ്യ, ചെന്ന് എഴുതി വാങ്ങിക്കടാ. ഇതുപോലൊരു അവസരം വേറെ കിട്ടാനില്ല. ചെല്ലട വേഗം. ഇത് ശരിയല്ല സാർ. ഏത് ശരിയല്ലെന്ന്? എടാ, ഈ കല്യാണം ഞാൻ നടത്തില്ല. എങ്കിൽ അത് എന്താ പ്രശ്നം? നീയൊക്കെ എന്താ വിചാരിച്ചത്? ഞാനിന്ന് ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്നു. എല്ലാരും ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തില്ല. അജയനാ പറയാം.
തറവാട് നിലനിർത്താൻ ഒരാണ്ടരി വേണമെന്ന് ഏതൊരച്ഛനെയും പോലെ ഞാനും ഒന്ന് മോഹിച്ചു പോയി. അവസാന കർമ്മം ചെയ്യാൻ ഒരു മകൻ വേണമെന്ന് ആരാഗ്രഹിക്കാത്തത്? നിന്നെ എനിക്ക് ദൈവം തന്നപ്പോ ഞാൻ എന്റെ മറ്റുള്ള മക്കളെ വരെ മറന്നു. മക്കളെല്ലാവരും ഒരുപോലെയാണെന്ന് നിന്റെ അമ്മ എന്റെ ശാരദ കണ്ണീരോടെ പറയുമ്പോഴൊക്കെ ഞാൻ എതിർത്ത് നിന്നിട്ടേ ഉള്ളൂ. എല്ലാ മക്കളെക്കാൾ കൂടുതൽ സ്വത്തും പണവും ഒക്കെ ഞാൻ നിനക്ക് തന്നു. പക്ഷേ നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ നിന്റെ അച്ഛന്റെ മനസ്സിനെ നീ വേദനിപ്പിച്ചു. എനിക്ക് വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ. കൊണ്ടുപോയി എന്നെ തോണിയിലിട. കുഞ്ചപ്പാടം നിറഞ്ഞു പറ നിറഞ്ഞു